ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓട്ടോറിക്ഷ നമ്മൾ സ്റ്റാർട്ട് ആകാതിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എല്ലാവർക്കും അറിയാമല്ലോ. ബാക്ക് സൈഡിൽ ഫ്ലൈയിങ് വീലുമ്പോൾ നമ്മൾ റോപ്പ് ചുറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ റോപ്പ് ചുറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ അടിക്കാറുണ്ട്. റിട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ കൈമ കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. നമ്മളിത് വലിക്കുന്ന സമയത്ത് ഇത് കറങ്ങി വരാതെയാണ് റിട്ടേൺ കൂടുതൽ അടിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, പലരും ചെയ്യാറില്ല, പലർക്കും പേടിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന സമയങ്ങളിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ ചോദിച്ച് നിങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറുണ്ടാന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് എൻ്റെ പൊന്നുമോനെ ആ പരിപാടിക്ക് നിൽക്കണ്ട, ഞാനിതുപോലെ ചെയ്തിട്ട് എൻ്റെ കൈമ അടിച്ചു കൊണ്ടിട്ട് ഒരു രക്ഷയുണ്ടായില്ല എന്നാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അപ്പോൾ ഈ ഒരു ഫ്ലൈയിങ് വീലുമ സാധാരണ സ്റ്റാർട്ട് ചെയ്യണത് ഒരു 3-4 ചുറ്റൊക്കെ ചുറ്റിയിട്ടാണ് ഒറ്റ വലിക്കണം സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് ഈ സംഭവം ഫ്ലൈയിങ് വീലുമ ലോക്ക് ചെയ്തിട്ട് ഒരു ചുറ്റുമ്മ നമുക്ക് അങ്ങനെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചെറിയൊരു നാക്കും കൂടി വേണം. അപ്പോൾ അതിനുള്ള ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു റബ്ബർ ബാൻഡ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചിങ്ങനെ വിടും. ഈ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മളിവിടെ ചെയ്യണത്. അപ്പോൾ നമ്മൾ വലിച്ചിട്ട് ഒരു ടൈറ്റ് ആകുമ്പോൾ തന്നെ വിട്ടു കൊടുക്കുക. അപ്പോൾ റിവേഴ്സ് ഇറങ്ങിയിട്ട് ആ ഒരു ഫോഴ്സിൽ വലിക്കുമ്പോൾ തന്നെ ഈ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടും. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു നാക്ക്. ഈ ഒരു സിസ്റ്റം നമ്മൾ മനസ്സിൽ ഓർത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ചുറ്റി തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലൈയിങ് വീലിൻ്റെ ഈ ഒരു എഡ്ജ് ചെയ്യണ്ട, ഈ ഒരു റോപ്പ് സെറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ലെവലിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവരാം. എന്നിട്ട് പിന്നെ നമ്മൾ സാധാ എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെ റോപ്പ് സെറ്റ് ചെയ്യാം. ഇതുപോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ വലത്തോട്ടാണ് നമ്മൾ ചുറ്റേണ്ടത്. വലത്തോട്ട് ചുറ്റിയിട്ട് നിങ്ങൾ കണ്ടല്ല, ഒറ്റ ചുറ്റി മാത്രമേ ഞാനിവിടെ ചുറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ചുറ്റിയിട്ട് ഇതിപ്പോൾ ഓൾറെഡി ഈ റോപ്പിന് നല്ല നീളമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു 4-5 ചുറ്റിയൊക്കെ ചുറ്റിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റോപ്പിന് ഇത്രയും നീളം. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നീളമൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നീളം മതി. ഇത്രയും നീളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് 2-3 പ്രാവശ്യം കണ്ടാ ഇങ്ങനെ വലിച്ചു വിട്ട് കൊടുക്കാം. അത് പതിയല്ല വിട്ട് കൊടുക്കേണ്ടത്, വളരെ സ്പീഡ് ചെയ്യാം. അല്ല, വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ 2-3 പ്രാവശ്യം അങ്ങാടും വലിച്ചു വിട്ട് ആ ഒരു നാക്ക് വരാൻ നേരത്ത് സ്പീഡാക്കി ചെയ്ത് തരാൻ നേരത്ത് വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായി പോകുന്നില്ല, റിട്ടേൺ അടിക്കാമില്ല. അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ചൂട് എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു മാവിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് പോലും വേർത്ത് ആകെ രക്ഷയില്ല. അപ്പോൾ ഈ ഒരു നല്ല ചൂടത്ത് ഈ ഒരു നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.